Hi students, welcome to the class of Corporate Accounting. Today we are going to discuss about marked applications, unmarked and FAME underwriting applications as well as SEBI guidelines regarding underwriting. ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർക്ഡ് അൺമാർക്ഡ് ആൻഡ് ഫെയിം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ മീനിങ് എന്താണെന്നാണ്. ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് പബ്ലിക്കിന് ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് ജനറൽ പബ്ലിക്കിന് സപ്ലൈ ചെയ്യുന്നത് കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ അണ്ടർറൈറ്റേഴ്സ് വഴിയോ ആകാം. സോ അവിടെ അണ്ടർറൈറ്റേഴ്സ് വഴി ആപ്ലിക്കേഷൻ ഫോം ഇഷ്യൂ ചെയ്ത് തിരിച്ച് ആപ്ലിക്കേഷൻ ഫോം കളക്ട് ചെയ്യുമ്പോൾ ഓരോ അണ്ടർറൈറ്റേഴ്സിൻ്റെ പേരിലും എത്രത്തോളം ആപ്ലിക്കേഷൻ കിട്ടി എന്ന് അറിയുന്നതിന് വേണ്ടി ടു ഡിസ്റ്റിങ്വിഷ് ദ ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് വൺ അണ്ടർറൈറ്റർ ഫ്രം ദ അതർ അണ്ടർറൈറ്റേഴ്സ് ദ ആപ്ലിക്കേഷൻ ഫോം are stamped with the name of the underwriter. ആ ഓരോ ആപ്ലിക്കേഷൻ ഫോമിലും എന്ത് ചെയ്തിരിക്കും, ഓരോ അണ്ടർറൈറ്റേഴ്സിൻ്റെയും പേര് സ്റ്റാമ്പ് ചെയ്തിരിക്കും. സ്റ്റാമ്പ്ഡ് വിത്ത് ദ നെയിം ഓഫ് ദ അണ്ടർറൈറ്റർ, അണ്ടർറൈറ്ററിൻ്റെ നെയിം ഉൾപ്പെടെ ഒരു സ്റ്റാമ്പ്ഡ് ആപ്ലിക്കേഷൻ ഫോമായിട്ടായിരിക്കും അണ്ടർറൈറ്റേഴ്സ് വഴി ഇഷ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമുകൾ ജനറൽ പബ്ലിക്കിന് സപ്ലൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ സപ്പോസ് കമ്പനിയെ സംബന്ധിച്ച് ഒരു 2-3 അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ABC എന്ന് പറയുന്ന 3 അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ അണ്ടർറൈറ്റേഴ്സിനും എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോമാണ്, ഓരോരുത്തരുടെ എഫേർട്ടിലൂടെ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് അവർ പബ്ലിക്കിൻ്റെ ഇടയിൽ എത്ര ആപ്ലിക്കേഷൻ ഫോം അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് ടു ഡിസ്റ്റിങ്വിഷ് ദ ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് വൺ അണ്ടർറൈറ്റർ ഫ്രം ദ അതർ. ഓരോ അണ്ടർറൈറ്റേഴ്സിൻ്റേതും എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ആപ്ലിക്കേഷൻ ഫോമിലും ഓൾറെഡി ഉള്ള ആ ഓരോ ആപ്ലിക്കേഷൻ ഫോമിലും ഓൾറെഡി ആ ഒരു എയുടെ അല്ലെങ്കിൽ B എന്ന് പറയുന്നത് അല്ലെങ്കിൽ C എന്ന് പറയുന്ന അണ്ടർറൈറ്ററിൻ്റെ പേരോടുകൂടി അതിനെ സ്റ്റാമ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു ദ കമ്പനി, അണ്ടർറൈറ്റിംഗ് റിലേറ്റഡായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഫോംസ് ഏതൊക്കെയാണ് കമ്പനി സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മാർക്ഡ് ആപ്ലിക്കേഷൻ. മാർക്ഡ് എന്നാണ് ആ പേരിൽ പറയുന്നത് അല്ലേ. അവിടെ ഓൾറെഡി എന്ത് ചെയ്തിരിക്കും, മാർക്ക് ചെയ്തിരിക്കും ആരുടെ ഏത് അണ്ടർറൈറ്ററിൻ്റെ പേരിൽ വാങ്ങിച്ച ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആണെന്ന് ആപ്ലിക്കേഷൻ ഫോമിൽ ഓൾറെഡി മാർക്ക് ചെയ്താണ് ആപ്ലിക്കേഷൻ കമ്പനിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ മാർക്ഡ് ആപ്ലിക്കേഷൻ്റെ മീനിങ് ഇങ്ങനെയാണ്: ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് റിസീവ്ഡ് ബൈ ദ കമ്പനി ബെയറിംഗ് ദ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് അണ്ടർറൈറ്റർ ഈസ് കോൾഡ് മാർക്ഡ് ആപ്ലിക്കേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു അണ്ടർറൈറ്ററിൻ്റെ ഒഫീഷ്യൽ സ്റ്റാമ്പ് ബെയർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമായിട്ടാണ് ഷെയർസിൻ്റെയോ ഡിബഞ്ചറിൻ്റെയോ ആപ്ലിക്കേഷൻ ഫോം കമ്പനിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ് ടു ദ പബ്ലിക് ബൈ ദ അണ്ടർറൈറ്റർ ഓർ ഹിസ് ഏജൻറ്റ്. അതായത് അണ്ടർറൈറ്റർ തന്നെ പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് ഒറിജിനലി ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർറൈറ്ററിൻ്റെ ഏജൻറ്റിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും ആ ഒരു അണ്ടർറൈറ്ററിൻ്റെ പേര് ബെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അണ്ടർറൈറ്ററിൻ്റെ എഫേർട്ട് കൊണ്ടായിരിക്കും ഈ ഒരു ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, സെയിൽ ചെയ്തിരിക്കുന്നതെന്നാണ് മീനിങ്. സോ ദ മാർക്ഡ് ആപ്ലിക്കേഷൻസ് ആർ ഡീംഡ് ടു ബി റിസീവ്ഡ് ത്രൂ ദ അണ്ടർറൈറ്റേഴ്സ് even if they are directly submitted by the applicant to the company. ഈ ഒരു ആപ്ലിക്കേഷൻ ആരാണോ വാങ്ങിച്ചിരിക്കുന്നത്, ഏത് പബ്ലിക്കാണോ വാങ്ങിച്ചിരിക്കുന്നത്, ആ ഒരു ആപ്ലിക്കൻ്റ് ഡയറക്റ്റായിട്ട് കമ്പനിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ പോലും മാർക്ഡായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഏതെങ്കിലും ഒരു അണ്ടർറൈറ്ററിൻ്റെ പേരും കൂടി സ്റ്റാമ്പ് ചെയ്ത് വരുന്ന ആപ്ലിക്കേഷനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു അണ്ടർറൈറ്ററിലൂടെ റിസീവ് ചെയ്ത ആപ്ലിക്കേഷനായിട്ടാണ് കമ്പനി കൺസിഡർ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ദ മാർക്ഡ് ആപ്ലിക്കേഷൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദേ ആർ ഡീംഡ് ടു ബി റിസീവ്ഡ് ത്രൂ ദ അണ്ടർറൈറ്റേഴ്സിലൂടെ റിസീവ് ചെയ്ത ആപ്ലിക്കേഷനായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത് നേരിട്ട് കൊണ്ട് കൊടുത്താലും ഇല്ലെങ്കിലും മാർക്ഡ് ആപ്ലിക്കേഷൻ ഓരോ അണ്ടർറൈറ്ററിൻ്റെയും പേരിൽ തന്നെയായിരിക്കും കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് അൺമാർക്ഡ് ആപ്ലിക്കേഷനാണ്. മാർക്ഡ് ആപ്ലിക്കേഷൻ ഓൾറെഡി പറഞ്ഞെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ദ ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് റിസീവ്ഡ് ബൈ ദ കമ്പനി വിത്തൗട്ട് ബെയറിംഗ് ദ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് ദ അണ്ടർറൈറ്റർ ആർ കോൾഡ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് അവർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസോ ഡിബഞ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്താണ്, ഒരു അണ്ടർറൈറ്ററിൻ്റെയും പേരോ ഒഫീഷ്യൽ സ്റ്റാമ്പോ ഒന്നും ചെയ്യാത്ത ആപ്ലിക്കേഷൻ ഫോമാണ് കമ്പനിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറയുന്നത്. ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ദ പബ്ലിക് ഡയറക്റ്റ്ലി. അതുകൊണ്ട് തന്നെ അവിടെ ആരുടെ എഫേർട്ടില്ല, അണ്ടർറൈറ്ററിലൂടെ അല്ല അവിടെ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്, കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിന്
കമ്പനീസിന് കിട്ടുന്ന ആപ്ലിക്കേഷനാണ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ദ പബ്ലിക്. കമ്പനി പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് അൺമാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്നും പറയാറുണ്ട്. സോ ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാം. ദ ബെനിഫിറ്റ് ഓഫ് മാർക്ഡ് ആപ്ലിക്കേഷൻ ഈസ് ഗിവൺ ടു ദ കൺസേൺഡ് അണ്ടർ റൈറ്റേഴ്സ് ഇൻ ഹൂസ് നെയിം ആപ്ലിക്കേഷൻ ഫോംസ് ഹാവ് ബീൻ മാർക്ഡ്. അപ്പോൾ ഒരു മാർക്ഡ് ആപ്ലിക്കേഷൻ ഫോം കിട്ടിയാൽ അത് ഏത് അണ്ടർ റൈറ്റർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയിൽ 3 അണ്ടർ റൈറ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞാൽ ABC എന്നാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോം A എന്ന് പറയുന്ന ഒരു അണ്ടർ റൈറ്ററിൻ്റെ പേരിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം കിട്ടിയാൽ Aയുടെ പേരിലായിരിക്കും ആ ഒരു ആപ്ലിക്കേഷനെ കണക്കാക്കുന്നത്. ഈ ഒരു മാർക്ഡ് ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റ് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണക്കാക്കുന്നതായിരിക്കും. ആരുടെ പേരാണോ അണ്ടർ റൈറ്ററിൻ്റെ പേരാണോ ആ ഒരു ഫോമിലുള്ളത്, ആപ്ലിക്കേഷൻ ഫോമിൽ ബെയർ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെതായിട്ടാണ് ആ ഒരു ഫോമിനെ കണക്കാക്കുന്നത്. സോ ദ ബെനിഫിറ്റ് ഓഫ് അൺമാർക്ഡ് ആപ്ലിക്കേഷനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അത് കമ്പനിയുടെ എഫേർട്ട് കൊണ്ട് തന്നെ കമ്പനി ഡയറക്റ്റ് സെയിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബെനിഫിറ്റ് ഓഫ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ ഈസ് ഗിവൺ ഫസ്റ്റ് ടു ദ കമ്പനി. അത് ഫസ്റ്റ് കമ്പനിക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അണ്ടർ റൈറ്റേഴ്സിൻ്റെ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അൺമാർക്ഡ് ആപ്ലിക്കേഷൻസിനെ വേരിയസ് അണ്ടർ റൈറ്റേഴ്സിന് എന്ത് ചെയ്യും? അവരുടെ ഓൾറെഡി ഉള്ള അണ്ടർ റൈറ്റിങ്ങിൻ്റെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ ഏതാണോ ആ റേഷ്യോ ഓഫ് ഗ്രോസ് ലയബിലിറ്റി അനുസരിച്ച് അൺമാർക്ഡ് ആപ്ലിക്കേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അവരുടെ ലയബിലിറ്റിയെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേഷൻ പർപ്പസിൽ നമ്മളെടുക്കും. നമുക്കതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. അൺമാർക്ഡ് ആപ്ലിക്കേഷൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് among the various underwriters in the ratio of their gross liability for underwriting. അണ്ടർറൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഇവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എത്രയാണ് ഓരോ അണ്ടർറൈറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയിലെ ABC എന്ന് പറയുന്ന 3 അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 3 അണ്ടർറൈറ്റേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ഫുൾ അണ്ടർറൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ, ഷെയർസ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 40:30 എന്നാണ് അവരുടെ റേഷ്യോ എന്നുണ്ടെങ്കിൽ 4:3:3 എന്ന് പറയുന്ന റേഷ്യോയിലോ 40:30:30 എന്ന് പറയുന്ന റേഷ്യോയിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, അതാണ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ. ആ സെയിം ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ അൺമാർക്ഡ് ആപ്ലിക്കേഷൻസിനെയും എന്ത് ചെയ്യും, വേരിയസ് അണ്ടർ റൈറ്റേഴ്സിന് തമ്മിൽ അവരുടെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം മാർക്ഡ് ആപ്ലിക്കേഷൻ പറഞ്ഞു, അൺമാർക്ഡ് ആപ്ലിക്കേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഫേം അണ്ടർ റൈറ്റിംഗ് ആപ്ലിക്കേഷൻ. The underwriters of an issue may agree to take up a specified number of shares ഫേം ഇൻ അഡീഷൻ ടു ദ ഷെയർസ് അണ്ടർറിട്ടൺ. അതിനാണല്ലോ ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് നമ്മൾ ഓൾറെഡി മീനിങ് പറഞ്ഞതാണ്. ഒരു ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് കൂടാതെ ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് ടേക്ക് ഓവർ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യുന്നതാണ് ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ സച്ച് എ കേസ് underwriters have to fill up and submit application forms to the company just like any other applicant. അതായത് ഓൾറെഡി എങ്ങനെയാണോ സാധാരണ ഒരു പബ്ലിക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ മണിയോടൊപ്പം അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, കമ്പനിക്ക് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് ഓൾറെഡി അണ്ടർറൈറ്റർ എഗ്രി ചെയ്തിരിക്കുന്ന എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ അത് അവർ പബ്ലിക് എങ്ങനെയാണോ ചെയ്യുന്നത്, സാധാരണ ഒരു ആപ്ലിക്കൻ്റ് എങ്ങനെയാണോ ഷെയർസ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ മണിയോടൊപ്പം അത് സെൻഡ് ചെയ്യേണ്ടതാണ്, പേ ചെയ്യേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ കേസിൽ അണ്ടർറൈറ്റർ അതാണ് ചെയ്യേണ്ടത്. അണ്ടർറൈറ്റർ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ഫില്ലപ്പ് ദ ആപ്ലിക്കേഷൻ ഫോം. ഫസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യണം, ദെൻ അത് സബ്മിറ്റ് ചെയ്യണം അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ മണി. അപ്പോൾ റിക്വയർഡ് ആപ്ലിക്കേഷൻ മണി എത്രയാണോ അതിനനുസരിച്ച് അതും കൂടെ കൊടുത്ത് തന്നെ സാധാരണ ഒരു ആപ്ലിക്കൻ്റ് ചെയ്യുന്ന അതേ ഫോർമാറ്റും പ്രൊസീജിയറും ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് അണ്ടർറൈറ്ററും ചെയ്യേണ്ടി വരും. സച്ച് ആപ്ലിക്കേഷൻ ഫോംസ് ഫിൽഡ് ബൈ ദ അണ്ടർറൈറ്റേഴ്സ് പേഴ്സണലി. ഇപ്പോൾ ഫേം അണ്ടർറൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അണ്ടർറൈറ്റേഴ്സ് തന്നെ പേഴ്സണലി അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് അണ്ടർറൈറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട്. ദെൻ നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിങ് അണ്ടർറൈറ്റിംഗ് ആണ്. അണ്ടർറൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് സെബിയുടെ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിങ് അണ്ടർറൈറ്റിംഗ്. ഫസ്റ്റ് വൺ, ദ ഇഷ്യൂയിങ് കമ്പനി ഹാസ് ടു ഒബ്റ്റെയിൻ പ്രയർ പെർമിഷൻ ഫ്രം സെബി. അതായത് ഏത് കമ്പനിയാണോ ഇങ്ങനെ ഒരു ഇഷ്യൂ നടത്തുന്നത്, ഇഷ്യൂ നടത്തുന്ന കമ്പനി ഓൾറെഡി തന്നെ സെബിയിൽ നിന്നും പെർമിഷൻ, ഒരു പ്രയർ പെർമിഷൻ, മുൻകൂട്ടി പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഈസ് ഓപ്ഷണൽ ആൻഡ് നോട്ട് മാൻഡേറ്ററി. അപ്പോൾ സെബിയുടെ ഗൈഡ് ലൈനിൽ പറയുന്നൊരു വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, അണ്ടർറൈറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി അല്ല, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമല്ല, അത് ഓപ്ഷണലാണ്. കമ്പനിക്ക് വേണമെങ്കിൽ ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ദ ലീഡ് മെർച്ചന്റ് ബാങ്കേഴ്സ് മസ്റ്റ് സാറ്റിസ്ഫൈ ദംസെൽസ്
റിലേറ്റിംഗ് ടു ദ എബിലിറ്റി ഓഫ് ദ അണ്ടർറൈറ്റേഴ്സ് ടു പെർഫോം ദർ അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻസ്. ഇപ്പോൾ ലീഡ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് പബ്ലിക് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് പല ആളുകളുണ്ടല്ലോ, അതിലെ മെയിൻ ആക്ട് ചെയ്യുന്ന ഇഷ്യൂ മാനേജ് ചെയ്യുന്ന പേഴ്സണാണ് ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത്. അപ്പം മാനേജിങ് ദ ഇഷ്യൂ അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ എന്ത് ചെയ്തിരിക്കണം, ഓൾറെഡി അണ്ടർറൈറ്റേഴ്സ് എഗ്രി ചെയ്തിരിക്കുന്ന ഈ അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻസ് അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം എൻഷുർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ അവർ ഓൾറെഡി അത് എഗ്രി ചെയ്യുന്ന കാര്യം, അണ്ടർറൈറ്റേഴ്സുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അണ്ടർറൈറ്റേഴ്സ് എത്രയാണോ അവർക്ക് മാക്സിമം ലയബിലിറ്റി ഉണ്ടാകാൻ പോകുന്നത് അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള എബിലിറ്റി ഉള്ള അണ്ടർറൈറ്റേഴ്സ് ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം, അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ മസ്റ്റ് ടേക്ക് കൺസെൻറ്റ് ഓഫ് ദ അണ്ടർറൈറ്റർ ഇൻ റൈറ്റിംഗ് ബിഫോർ റെക്കോർഡിംഗ് ദ സെയിം ടു ദ ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ അണ്ടർറൈറ്റിംഗ് റിലേറ്റഡായിട്ട് അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ല എന്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം, ഓഫർ ഡോക്യുമെൻറ്റിൽ. ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ്റെ കേസിൽ പ്രോസ്പെക്ടസ് തന്നെയാണ് ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ പ്രോസ്പെക്ടസിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമല്ലോ, അണ്ടർറൈറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അണ്ടർറൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമല്ലോ. അങ്ങനെ അതിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു റൈറ്റിംഗ് ഫോമിൽ തന്നെയുള്ള അണ്ടർറൈറ്റേഴ്സിൻ്റെ കൺസെൻറ്റ്, ഈ ഒരു എഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഓൾറെഡി ഇവരുടെ സമ്മതം എന്താണെന്നുള്ളത് ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ റിസീവ് ചെയ്തിരിക്കണം. കൺസെൻറ്റ് ഓഫ് ദ അണ്ടർറൈറ്റർ ഇൻ റൈറ്റിംഗ് കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷമേ ഓഫർ ഡോക്യുമെൻറ്റിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് വൺ, ദ ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ ഷുഡ് അണ്ടർടേക്ക് ദ മിനിമം അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻ ഓഫ് 5% ഓഫ് ദ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഓർ 25 lakhs whichever is less at any point of time. അപ്പോൾ ഏത് പോയിൻ്റ് ഓഫ് ടൈമിലും 25 lakhs അല്ലെങ്കിൽ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ 5% ഏതാണോ കുറവ് വരുന്നത്, whichever is less വരുന്നത്, ആ ഒരു മിനിമം അണ്ടർറൈറ്റിംഗ് ഒബ്ലിഗേഷൻ അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള ലയബിലിറ്റി ബാധ്യത ലീഡ് മെർച്ചൻറ്റ് ബാങ്കറിനുണ്ടായിരിക്കും. അത് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈമിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ദ ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ മസ്റ്റ് സീ ദാറ്റ് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർറൈറ്റർ ആർ റെക്കോർഡഡ് ഇൻ ദ ഓഫർ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ്റെ കേസിൽ പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസിൽ അണ്ടർറൈറ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർറൈറ്റർ റെക്കോർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിന് മുന്നേ തന്നെ അവരുടെ റിട്ടേൺ ഫോമിലുള്ള കൺസെൻറ്റ് സമ്മതം വാങ്ങിച്ചിരിക്കണമെന്ന് പറഞ്ഞു. സോ ദ ലീഡ് മെർച്ചൻറ്റ് ബാങ്കർ എന്ത് ചെയ്യണം, റെലവൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർറൈറ്റേഴ്സ് എല്ലാം പ്രോസ്പെക്ടസിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ടും പ്രോസ്പെക്ടസിൽ അല്ലെ ഓഫർ ഡോക്യുമെൻറ്റിൽ അത് ആഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെയർ ദ സെക്യൂരിറ്റി ഈസ് ഗോയിങ് ടു ബി ലിസ്റ്റഡ് മസ്റ്റ് ഓൾസോ ബി ഇൻഫോംഡ് അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് വിത്ത് ദ അണ്ടർറൈറ്റേഴ്സ്. അതേപോലെ ഈ ഒരു കമ്പനി ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്, ഏത് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഈ സെക്യൂരിറ്റീസ് എവിടെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്, ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓൾറെഡി ഇതിനെ പറ്റിയുള്ള അൺറൈറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും എഗ്രിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെയും ഇൻഫോം ചെയ്തിരിക്കണം എന്നാണ് സെബിയുടെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. സോ അൺറൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് സെബി പറയുന്ന ചില റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്. ഇത് ഫുൾഫില്ല് ചെയ്യണം. ഓൾറെഡി പറഞ്ഞു നമുക്ക് എന്താണ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർസ് എന്താണ് അൺറൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, മാൻഡേറ്ററി അല്ല എന്നും ഈ ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.